ഹലോ. ഇന്നത്തെ വീഡിയോയിൽ 3-4 ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത്. നവംബർ ലാസ്റ്റും ഡിസംബർ തുടക്കമായിട്ട്. അപ്പോൾ ഒരു റാൻഡം വർക്ക് ഫ്ലോ വ്ളോഗാണ്. കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്ന് നവംബർ 29 നമ്മുടെ അമ്പലത്തിലെ അയ്യപ്പൻ വിളക്കാണ് കേട്ടോ. അപ്പോൾ സന്ധ്യയായപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഓൾറെഡി ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സാരി വെച്ചിട്ട് ചെയ്ത ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് അവൾക്ക് ചെയ്ത പാനൽ സ്കേർട്ടും ടോപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇവിടെ അയ്യപ്പൻ വിളക്കിന് നിങ്ങൾക്കറിയാമല്ലോ ദേശവിളക്ക് എങ്ങനെയായിരിക്കും. അപ്പോൾ ഇവിടെ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോ നമ്മളിങ്ങനെ താലമായിട്ട് അമ്പലത്തിലേക്ക് വരുമല്ലോ. അപ്പോൾ അത് പിടിച്ചിട്ടുണ്ടായിരുന്നത് ഇവേട്ടനാണ് കേട്ടോ. അപ്പോൾ 7 മണിക്ക് അമ്പലത്തിൽ നിന്ന് ഇത് തുടങ്ങിയിട്ട് തിരിച്ചമ്പലത്തിലേക്ക് എത്തിയത് വൈകുന്നേരം 10:30 ആയപ്പോഴാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളമ്പലത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് വൈകുന്നേരം ഒരു 12:30 ആയിട്ടുണ്ട്. വൈകുന്നേരം അമ്പലത്തിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രദക്ഷിണം തിരിച്ച് അമ്പലത്തിലെത്തിയിട്ട് പിന്നെ അമ്പലം ഉള്ളിൽ ചുറ്റി പ്രദക്ഷിണം വെക്കുന്നതുണ്ട്. വീടിന് കാലുവേദന മാറിയിട്ടില്ല, അതാണ് അങ്ങനെ നടക്കണത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ആ ഒരു സമയമായിട്ടുണ്ട്. പിറ്റേ ദിവസം ആണിത്, സൺഡേ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ ഡ്രസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓൾറെഡി ഞാൻ 2 ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബാലൻസ് ഉള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഓൾറെഡി കാണിക്കുന്നുണ്ടായി. അപ്പോൾ ഇത് നമ്മൾ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ ടൈലർ നമുക്ക് ബാലൻസ് പീസസ് ചിലപ്പോൾ തരാറുണ്ട്, ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ അവൾക്ക് കൊടുത്തിട്ടുള്ള കുഞ്ഞു കഷ്ണങ്ങൾ അവൾ സൂക്ഷിച്ച് വെച്ചിട്ട് അത് കൊണ്ട് തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ്, അതിൽ നിന്നാണ് നമ്മൾ സ്ക്രാച്ച് എന്നാണ് നമ്മൾ ഈ ഡ്രസ്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ മാക്സിമം പീസും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് മൺഡേ കൊറിയർ അയക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. പക്ഷേ ആക്ച്വലി എനിക്ക് മൺഡേ കൊറിയർ അയക്കാനായിട്ട് പറ്റിയില്ല. ഇത് ആ ഒരു കുഞ്ഞു പട്ടുപാവാടയിലേക്ക് തയ്ക്കണ ഒരു ഹോൾട്ടറിനൊക്കെ പറഞ്ഞ ഒരു ടോപ്പിൻ്റെ തുണിയാണ് കേട്ടോ. ആക്ച്വലി ഈ ഒരു തുണി വെച്ചിട്ടുള്ള ഡ്രസ്സ് ഞാൻ അവൾക്ക് 3 വർഷം മുമ്പ് ഒരു ഡ്രസ്സ് ചെയ്തതിലത്തെ ടോപ്പിൻ്റെ തുണിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാലൻസ് കഷ്ണങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് എൻ്റെ കയ്യിലായിരുന്നു ഈ ഒരു പീസ്. അത് ഞാൻ ഇത്രയും നാളിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കെന്നെ വിശ്വസിക്കാൻ വയ്യ കേട്ടോ. ഓക്കെ, എന്തായാലും അതിപ്പോൾ നല്ല യൂസായിട്ടോ. അപ്പോൾ ഒരു മോം ഡോട്ടർ കോംബോ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പായി. അങ്ങനെ ഞാൻ അതൊക്കെ വേഗം സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോസ് ഷോർട്ട് വീഡിയോസിൽ കാണിച്ചത് കൊണ്ടാണ് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാതെ ഇത് ചെയ്ത് പോണത് കേട്ടോ. ഇപ്പോൾ മാക്സിമം കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യണത്. എവിടെയൊന്നും കുത്തി തറയ്ക്കാത്ത പോലെ ഉള്ളിൽ നിന്ന് കൺസീൽ ചെയ്ത് കൊടുത്തിട്ടും ബയർ സ്ട്രിപ്പ് വെച്ച് ക്ലോസ് ചെയ്തിട്ടും, അല്ലെങ്കിൽ കുട്ടിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് എങ്ങനെ വെയർ ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതൊരു ബേബി മുട്ടീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ക്ലോത്തും കുട്ടിയുടെ ഒരു ഡ്രസ്സ് ചെയ്തതിൻ്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ തന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ബേബി ബുട്ടീസ് ചെയ്യുന്നത്. ബേബി ബുട്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു പാറ്റേൺ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ ജസ്റ്റ് സ്റ്റിച്ചിങ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മൾ 3-4 പണി പാരലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ തിങ്കളാഴ്ച കൊറിയർ ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് തിങ്കളാഴ്ച കൊറിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. തിങ്കളാഴ്ച കുറച്ച് അൺപ്ലാൻഡ് ആയിട്ട് ഗുരുവായൂർ വരെ പോയി, ഏകാദശി ആയിരുന്നല്ലോ. അപ്പോൾ അവിടെ പോയി ഇപ്പോൾ ഞാനിത് എടുത്തു കഴിഞ്ഞപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചതാണ്. 3 കംപ്ലീറ്റ് ഡ്രസ്സാണുള്ളത്. അതിന് പുറമെ എനിക്ക് 2 വീടുണ്ടാക്കാനായിട്ടുണ്ട്. സ്കൂൾ പ്രൊജക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ക ഹൗസ് കച്ച ഹൗസ് മോഡൽ. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റിംഗാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം രാത്രി ഒരു 10:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 11:30 വരെയൊക്കെ ഇരുന്നിട്ട് പിന്നെ നിർത്തി. കാരണം നമസ്വി ഉറങ്ങണുണ്ടായില്ല, എൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് അത് ആ സമയമായപ്പോഴത്തേക്ക് ഞാൻ അവസാനിപ്പിച്ചു കേട്ടോ. ഇതാണ് നമ്മൾ വരച്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബേസിക് സ്ട്രക്ചർ. ഞാനിപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയലായിട്ടൊന്നും ഇതിലൊന്നും പറയണമൊന്നുമില്ല. എന്താ പറയുക, ഒരു വർക്ക് ഫ്ലോ എന്നുള്ള രീതിയിൽ അതങ്ങ് കാണിച്ചു പോകുന്നതെന്നുള്ളൂ. അപ്പോൾ അതായത് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഞാൻ ചെയ്യുന്ന വർക്കുകളാണല്ലോ ഞാനിതിൽ റെക്കോർഡ് ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് മാസ്കിങ് ടേപ്പ് വെച്ച് ഒന്ന് ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. നെക്സ്റ്റ് ഡേ നമ്മൾ വളരെ അൺപ്ലാൻഡ് ആയിട്ട് ഗുരുവായൂർക്ക് പോവുകയാണ്. അമ്മയുടെ കൂടെയാണ് പോയിട്ടുള്ളത്. അമ്മയുടെ കൂടെ ഏകാദശിക്കാണ് നമ്മൾ ഗുരുവായൂർ, ഏകാദശി ദിവസമാണ് കേട്ടോ. അമ്മയുടെ കൂടെ അമ്മയുടെ 2 ഫ്രണ്ട്സ് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പിന്നീട് എന്തോ അസൗകര്യം കൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാനും അമ്മയും പാറുമായിട്ട് പോയിട്ട്, അപ്പോൾ നമ്മുടെ വർക്കൊക്കെ പെൻഡിങ് ആണ്. എന്നാലും ഇന്നേ വരെ ഏകാദശിക്ക് ഗുരുവായൂർ എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് കിട്ടിയ ചാൻസിൽ ഞാൻ വേഗം ഗുരുവായൂർക്ക് പോയിട്ടോ. കാരണം
അങ്ങനെ എപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ ഒരു റോസാപ്പൂ വാങ്ങിയിട്ട് നടക്കിൽ വെക്കൽ പതിവുണ്ട്. സ്ഥിരമായിട്ട് ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം റോസാപ്പൂ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ പിടിച്ചിട്ടുള്ളത് എൻ്റെ കുട്ടിയാണെന്നുള്ളൂ. അപ്പോൾ തൊഴലൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറി തൊഴാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. 2-2:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുന്നിക്കുരു ഒക്കെ വാരിടില്ലേ, ചുറ്റമ്പലത്തിൽ തൊഴുതിട്ട് പിന്നെ അങ്ങനെ ഇറങ്ങി കേട്ടോ. പിന്നെ ഇവൾക്ക് ചെറിയ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ജലദോഷമായിരുന്നു. എന്നാലും നമ്മൾ ഗുരുവായൂർ വരാനുള്ള ഒരു മോഹം കൊണ്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. നമ്മൾ പറയില്ലേ, ഭഗവാനെ കാണാൻ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, അവിടെ നിന്നും കൂടി ഒരു വിളി കിട്ടണമെന്ന്. അപ്പം അങ്ങനെ അത് വല്ലപ്പോഴൊക്കെയല്ലേ സംഭവിക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു ചാൻസിൽ വന്നിട്ടുണ്ട്. ഇവിടെ കൃഷ്ണവേഷം കിട്ടിയിട്ടുള്ള ഒരാളെ കണ്ടു. ധാരാളം പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. കണ്ട ഒരു കൗതുകത്തിൽ നമ്മൾ ഫോട്ടോ എടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷെ അങ്ങനെ നല്ല ഭംഗിയിലുള്ള ഫോട്ടോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം എല്ലാവരും ഫോട്ടോ എടുക്കാൻ ട്രൈ ചെയ്യണതുകൊണ്ടും പിന്നെ അയാളെ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുക്കുന്നതുകൊണ്ടൊക്കെ നമുക്ക് കിട്ടിയ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു എന്ന് മാത്രം. അങ്ങനെ പിന്നെ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ മെയിൻ പരിപാടി പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ഈ എല്ലാ കടകളിലും കയറി ഇറങ്ങണതാണല്ലോ. അപ്പം അങ്ങനെ അമ്മയുടെ കൂടെ പോയതുകൊണ്ട് സൗകര്യമായിട്ട് എല്ലാ കടയിലും കയറി ഇറങ്ങി നോക്കി നിന്ന് അങ്ങനെയൊക്കെയാണ് കേട്ടോ വന്നത്. ഈ ഒരു ചിപ്സിൻ്റെ കടയിൽ നിന്ന് നമ്മൾ പാനിപൂരിയുടെ പൂരീസ് ഉണ്ടല്ലോ, ഫ്രൈ ചെയ്യാൻ പറ്റുന്നത്, വീട്ടിൽ കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ ഒരു സംഗതി വാങ്ങിയതല്ലാതെ മുറുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല സമയമെടുത്ത് വെറുതെ ചുറ്റിത്തിരിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് അങ്ങനെയൊക്കെയാണ് കേട്ടോ വന്നത്. തിരക്ക് പിടിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വരാണ്. ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ബസ് കിട്ടിയപ്പോൾ നല്ല തിരക്കായിരുന്നതുകൊണ്ട് ബസ്സിലും തിരക്കായിരുന്നു. അപ്പം അങ്ങനെ നമ്മളെത്തി. അന്ന് ഫുള്ള് കിടന്നുറങ്ങിയിട്ടോ, നല്ല ക്ഷീണമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നെക്സ്റ്റ് ഡേ ആണ്, രാവിലെയാണ്. ഈ ഒരു മാലയും ഈ ഒരു ഭഗവാന്റെ ഈ ഒരു വൈറ്റ് ഫ്രെയിമിലുള്ള ആ ഫോട്ടോയ്ക്ക് ഗുരുവായൂരിൽ മേടിച്ചതാണ് കേട്ടോ. പിന്നെ സ്പെഷ്യലായിട്ടുണ്ടായിരുന്ന പാൽപ്പായസം വാങ്ങിയത്. സാധാരണ ഞാൻ പാൽപ്പായസം വാങ്ങി കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്നേ കുടിക്കലുണ്ട്. പക്ഷേ ഏകാദശി വ്രതം ആയതുകൊണ്ട് അരിയാഹാരം കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അന്ന് പായസം കുടിച്ചിട്ടില്ല. ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം രാവിലെ ഞാൻ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാപ്പി കുടിക്കുന്നതിന് മുന്നേ ഞാൻ പായസം കുടിക്കണം കേട്ടോ. പാൽപ്പായസം കുടിക്കാണ്ട് ഞാൻ ഗുരുവായൂരിന് പോരെ, എന്താ പറയണേ. അപ്പോൾ പക്ഷേ ഞാൻ എൻ്റെ കൊതി കൊണ്ട് എന്നാലും ഞാനത് വെയിറ്റ് ചെയ്തിരുന്നുണ്ട്. ഇപ്പോഴും ഇങ്ങനെ ഇത്ര ഡബ്ബയിലാണ് കിട്ടുന്നത്. മുന്നേ നമ്മൾ ഡബ്ബ വേറെ വാങ്ങിക്കണം, പായസം വേറെ വാങ്ങണം, അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒന്നിച്ച് ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ അരവണയൊക്കെ കിട്ടുന്ന പോലത്തെ ഡബ്ബയിൽ പായസം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനൊരു തുറക്കാൻ നല്ല പാടായതുകൊണ്ട് ഒരു ചവണ വെച്ച് തുറന്ന് നേരം വെളുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കുടിക്കണത് പാൽപ്പായസമാണ്. അങ്ങനെ ഇതിനിപ്പോൾ അധികം ഫ്രിഡ്ജിലാണ് ഓൾറെഡി ഇരുന്നിട്ടുണ്ട്. കുറേ അങ്ങനെ വെക്കാനും പറ്റില്ലല്ലോ. ഇവിടെ ഈ പായസം കുടിക്കുന്ന ഒരേ ഒരാൾ ഞാനാണ് എന്നുള്ളതുകൊണ്ട് ഇത് മൊത്തം എനിക്ക് കുടിക്കാം. ഞാൻ തന്നെയാണ് പായസം പല ടൈംസായിട്ട് കുടിച്ച് അവസാനിപ്പിച്ചത് കേട്ടോ. ഇപ്പം ഞാൻ ഈ വൈൻ ഗ്ലാസ്സിൽ ഫുള്ള് പായസം എടുത്തിട്ട് കുടിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ അടുത്ത പണികളിലേക്ക് വന്നു. ഇന്നലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ച കുഞ്ഞു ഡ്രസ്സുകൾ കാണിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ താഴേക്ക് എനിക്ക് ഇങ്ങനെ ഹാങ്ങിങ്സ് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞെന്തെങ്കിലും ഹാൻഡ് വർക്ക് വേണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പണിയുണ്ട്. ഇതിൽ ഈ ഹാങ്ങിങ്സ് കൊടുത്തതിന് ശേഷം വേറൊരു ഫ്രോക്ക് നമ്മൾ തുന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അത് പ്ലെയിൻ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നെക്കിൽ എന്തെങ്കിലും ചെറിയ ത്രെഡ് വർക്കോ എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞൊരു കുട്ടിക്ക് ആയതുകൊണ്ട് ഞാൻ അധികം ബീഡ്സും സ്റ്റോണും ഒന്നും വരണ പോലെ ഒന്നും ചെയ്യാനായിട്ട് വിചാരിക്കുന്നില്ല. ഒന്നാമത്തതിൽ അവർക്ക് ഡിസ്കംഫേർട്ടായിരിക്കും. അപ്പോൾ അധികം ത്രെഡ് വർക്കോ അല്ലെങ്കിൽ ഹാൻഡ് പെയിൻറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ എളുപ്പത്തിന് എൻ്റെ കൈ മെസ്സാവാതിരിക്കാനായിട്ട് ഞാൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഡബിൾ ഷെയ്ഡായിട്ടുള്ള റോസ് കളറ് ത്രെഡും ഡബിൾ ഷെയ്ഡായിട്ടുള്ള ഗ്രീൻ ത്രെഡ് ഞാൻ എടുത്തു. പക്ഷേ അത് ഞാൻ യൂസ് ചെയ്തില്ല കേട്ടോ. ഗ്രീൻ കളർ ബീഡ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഷുഗർ ബീഡ്സ്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ സ്റ്റെമ്മ് ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. ചെറിയൊരു ഡിസൈൻ, ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുഞ്ഞൊരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ലേസി ഡേസി ഫ്ലവേഴ്സും ജസ്റ്റ് സ്റ്റെമ്മ് ലീഫ് എന്നുള്ള പോലെ ഇതാ കണ്ടോ. ആ ഒരു പേൾസ് ഞാൻ ഷുഗർ ബീഡ് എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കട്ട് ബീഡ്സ് ആകുമ്പോൾ കുറച്ചും കൂടി ഹാർഷാണ്, ഷുഗർ ബീഡ് ആകുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയതുകൊണ്ട് കുട്ടിക്ക് ഇറിറ്റേഷൻ ഉണ്ടാവരുതല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ഈ ഹാങ്ങറിൽ ഇട്ടിട്ട് കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. അത്ര കാര്യമായിട്ട് ഒന്നും അങ്ങനെ കിട്ടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഓൺ ഡ്രസ്സ്. ഇതൊരു സെറ്റ്, ഈ ഒരു ബ്ലൂ ടോപ്പും ഈ ഒരു ചെക്ക് വരുന്ന ഈ സ്കേർട്ടും ഒരു സെറ്റ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ഹാൾട്ടർനക്കും ബാക്കിൽ ഓപ്പണിങ്ങൊക്കെ ഉള്ളതുകൊണ്ട്
വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കുട്ടീനെ ഇടിയിപ്പിക്കാനായിട്ട് പറ്റും കേട്ടോ. അതിലേക്ക് ചെയ്തിട്ടുള്ള ഒരു ബോയാണത്. ഇനി നെക്സ്റ്റ് വന്ന് നമ്മൾ ടോട്ടൽ 3 ഡ്രസ്സാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ള ഡ്രസ്സ് ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. ഒരു കുഞ്ഞി സ്കേർട്ട് സൈഡ് ഇങ്ങനെ ആംഗിൾഡായിട്ട് വരുന്ന പോലെ, അതായത് കയറി ഇറങ്ങി നിൽക്കുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത്. ടോപ്പ് ഇങ്ങനെ ഇതേപോലെ ഹോൾഡറിനൊക്കെ വരുന്ന ബാക്കിൽ ഓപ്പണിങ്ങുള്ള ഒരു ടോപ്പ് കേട്ടോ. അതാണ് സെക്കൻഡ് സംഗതി. പിന്നെ ഈ കുഞ്ഞു ബുട്ടീസ്, അതിൻ്റെ ബ്ലൂ ബുട്ടീസ് ഞാൻ ആദ്യം ട്രയലിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കിയ ബുട്ടീസാണ് കേട്ടോ. പിന്നെ ഈ ഒരെണ്ണം, അതിനുശേഷം ഈ ഒരു അതിലേക്ക് മറ്റേ താഴത്തതിലേക്ക് തുന്നിയ ബോയാണത്. പിന്നെ ഈ ഒരു ഡ്രസ്സ്. അപ്പോൾ ഞാനിത് പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പം ബോക്സിലായിട്ട് പാക്ക് ചെയ്യാൻ എൻ്റെ കയ്യിൽ ബോക്സ് ഇല്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പേപ്പർ ബാഗിൽ അവൾ എനിക്ക് തുണി കൊണ്ടുവന്ന ബാഗാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ തിരിച്ച് വെച്ചിട്ട് നമ്മുടെ നോർമൽ കൊറിയർ കവർ ഉണ്ടല്ലോ, ആ ഒരു കൊറിയർ കവറിലാക്കിയിട്ടാണ് ഞാനത് കൊറിയർ അയക്കണത് കേട്ടോ. അപ്പോൾ DTDC ത്രൂ ആണ് ഞാനത് അയച്ചത്. ഞാനത് അയച്ചപ്പോൾ എനിക്ക് DTDC ത്രൂ വന്നത് 70 റുപ്പീസാണ് വന്നത്. നെക്സ്റ്റ് ഡേ തന്നെ അവിടെ കിട്ടുകയും ചെയ്തു കേട്ടോ. അവർ എറണാകുളത്താണ്. നെക്സ്റ്റ് ഡേ തന്നെ അവിടെ കിട്ടുകയും ചെയ്തു. പോസ്റ്റലായിട്ട് അയക്കുമ്പോഴും ഏകദേശം 36-40 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരിക. പിന്നെ പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ ഇപ്പോൾ കുറേ ചടങ്ങാണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന്. ചിലപ്പോൾ അവരത് നമ്മളോട് അൺപാക്ക് ചെയ്തിട്ട് കണ്ടൻറ്റ് കാണുമെന്ന് പറയും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് വീണ്ടും അതൊക്കെ തുറന്ന് അവരെ കാണിച്ച് രണ്ടാമത് പാക്ക് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഒരു ഡിക്ലറേഷൻ ഫോം എഴുതാൻ പറയും. അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എനിക്കിപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ കൊറിയർ ചെയ്യാൻ ചെല്ലുമ്പോൾ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ DTDC നിന്ന് അയക്കുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. പിന്നെ നെക്സ്റ്റ് ഡേ തന്നെ അധിക ഭാഗവും കിട്ടുകയും ചെയ്യും. മാക്സിമം ഒരു 2 ദിവസത്തിനുള്ളിൽ കിട്ടും കേട്ടോ. അപ്പോൾ DTDC വഴിയാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ വീണ്ടും എൻ്റെ വീട് പണിയിലേക്ക് കടന്നു. ഇനിതാ ഈ വീട് ആദ്യം ഞാൻ ക്ലേ വെച്ചിട്ട് ആ ജനലിനും അതിലൊക്കെ ഫ്രെയിമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ ക്ലേ അത് പൊട്ടിപ്പോയത് കൊണ്ട് ഞാൻ പിന്നെ അത് ഒഴിവാക്കിയിട്ട്, അപ്പോൾ ഇതിലേക്കുള്ളൊരു ഡോറ് ഞാൻ സെറ്റാക്കുന്നുണ്ട്. പിന്നെ ആ ക്ലേ ഒക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ചിക്ക് ബോർഡ് വെച്ചിട്ട് തന്നെ അതുപോലത്തെ പാറ്റേൺ ഞാൻ കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. അതിന് ശേഷം ഈ ഒരു ബേസിലേക്ക് ഈ വീടിൻ്റെ സ്ട്രക്ചർ ഞാൻ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഞാൻ ഫെവി ബോണ്ട് വെച്ചിട്ടുണ്ട്. അതിന് പുറമെ നമ്മുടെ ഫെവിക്കോൾ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്കുള്ള ഫെൻസാണ് ഞാൻ ഇവിടെ ഉണങ്ങാൻ വേണ്ടിയിട്ട് പശ തേച്ച് വെച്ചതാണ്, ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഞാൻ പിന്നെ അത് പെയിൻറ്റ് ചെയ്തിട്ടും എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സൈഡിലെ മാസ്കിങ് ടേപ്പ് വെച്ച ഭാഗത്ത് ഞാൻ ക്ലേ അപ്ലൈ ചെയ്തിട്ടില്ല. നമ്മൾ ആ ചിക്ക് ബോർഡിൻ്റെ മീതെ ഫുള്ളായിട്ട് ക്ലേ ടെറാക്കോട്ടയുടെ ക്ലേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ക്ലോസ് ചെയ്തപ്പോൾ ഞാൻ വീണ്ടും അവിടെ ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് ഇനി ഇതിന് കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ. പിന്നെ അതിലേക്കൊരു കിണർ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ സെല്ലോ ടേപ്പിൻ്റെ റോളില്ലേ, ആ സെല്ലോ ടേപ്പിൻ്റെ റോളും ബാമ്പൂ സ്റ്റിക്കും വെച്ചിട്ടാണ് കേട്ടോ ആ കിണർ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ ചെയ്യാൻ നല്ല രസമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ, ഈ ക്രാഫ്റ്റ് ചെയ്യുക, ഈ വീട് പണിയുക എന്നുള്ളത്. ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ ഒരു മെമ്മറി പറയുകയാണെങ്കിൽ, പണ്ട് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് BArcന് പോകണം, ആർക്കിടെക്റ്റ് ആവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ ആ സമയത്ത് ഇങ്ങനെ എൻ്റെ മാമൻ്റെ ഒരു ഫ്രണ്ട് BArcന് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചേച്ചീനായിട്ട് സംസാരിക്കുകയും, ആ ചേച്ചി +2 എൻ്റെ സീനിയറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആളായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞൊക്കെ തന്നിട്ട് ഞാൻ ആപ്റ്റിറ്റ്യൂഡ് എൻട്രൻസിന് അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എൻട്രൻസ് എക്സാം ട്രിവാൻഡ്രത്തായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വീട്ടിലെ സാഹചര്യം വെച്ചിട്ട് തന്നെ ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയി എക്സാം എഴുതിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് ആ സമയത്ത് അത്രയും ഒരു കാര്യപ്രാപ്തിയുള്ള ആരും ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് എനിക്ക് എക്സാമിന് പോകാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമൊക്കെ എഴുതി. അത് എനിക്ക് കുസാറ്റിൻ്റെ അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് പോയില്ല. ഞാൻ ഡിപ്ലോമയ്ക്കാണ് പോയത് കേട്ടോ. അപ്പോഴും ഞാൻ സിവിൽ പോലും എടുത്തില്ല. സിവിൽ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത്ര വലിയ പ്രായമുള്ളൂ. ആ സമയത്ത് എൻ്റെ അടുത്ത് കുറേ റിലേറ്റീവ്സൊക്കെ പറഞ്ഞു, ഈ സിവിലൊന്നും എടുത്തിട്ട് എല്ലാവരും ജോലി ഇല്ലാതിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പിന്നെ IT എടുക്കണ്ട, അങ്ങനെ എടുക്കണ്ട, ഇങ്ങനെ എടുക്കണ്ട, പലരും പലതും പറഞ്ഞു. പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഇന്നതാണ് വേണ്ടത്, എനിക്ക് ഇത് മതി എന്നൊന്നും പറയാനുള്ള ഒരു കോൺഫിഡൻസ് സ്വന്തമായിട്ടില്ലാതിരുന്നതുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞ് എലിമിനേറ്റ് ചെയ്യാവുന്ന ട്രേഡൊക്കെ എലിമിനേറ്റ് ചെയ്ത് പിന്നെ ബാക്കി വന്നതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്നുള്ള രീതിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട് എടുത്ത ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തന്നെ ഡിപ്ലോമയ്ക്ക് എടുത്തു കേട്ടോ. എനിക്ക് ആ സബ്ജക്റ്റിനോട് പ്രത്യേകിച്ച് ദേഷ്യമോ വിഷമോ ഒന്നുമില്ല.
പക്ഷെ അതിൻ്റെ ഒരു പാഷനൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഇലക്ട്രോണിക്സ് എടുത്തു. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറായി. ഡിപ്ലോമ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു വർഷം ഞാൻ റിപ്പീറ്റ് ചെയ്ത് ലെറ്റ് എഴുതി എഞ്ചിനീയറിങ്ങിന് പോയി. ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ സ്റ്റിച്ചിങ്ങും എംബ്രോയ്ഡറി അതും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഞാൻ വളരെ ഇഷ്ടത്തോടെ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ എഞ്ചിനീയറിംഗ് ബേസിസിൽ ജോലി ചെയ്തിട്ടുമില്ല. ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷെ കറക്റ്റ് ആ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് കിട്ടാവുന്ന ജോലികൾ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ 2014 കേട്ടോ എഞ്ചിനീയറിംഗ് പാസ് ഔട്ടായത്. 2014 തൊട്ട് 2019 വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പല സ്ഥലത്തായിട്ടാണെന്ന് മാത്രം വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരേ ഒരു സ്ഥലത്തല്ല, അങ്ങനെ പല സ്ഥലത്തായിട്ട് പല ജോബ് റോൾസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 2019 നമസ്വീനെ പ്രഗ്നൻ്റ് ആയ സമയത്താണ് കേട്ടോ ഞാൻ ജോലി റിസൈൻ ചെയ്യണത്. അതിനുശേഷം പിന്നെ ഞാൻ കണ്ടിന്യൂസ് ഒരു 4-5 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു 6 മാസം ഒരു ഫിനാൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ 6 മാസം കൊണ്ട് ഉപേക്ഷിച്ചു കേട്ടോ. കാരണം നമുക്ക് പറ്റിയ പണിയല്ല അത്, പെട്ടെന്ന് തന്നെ മനസ്സിലായി. അങ്ങനെയൊക്കെയാണ് എൻ്റെ ജോലിയുടെയും എന്താ പറയുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ വർക്ക് ചെയ്യാതിരുന്നിട്ടില്ല. ഞാൻ ഫ്രം ദ ബിഗിനിങ് ഞാൻ വീട്ടിലിരുന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ജോലി ഉള്ളപ്പോഴും ജോലി ഇല്ലാത്തപ്പോഴും ഒക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. ഞാൻ ഈ സ്വീയിങ്, ഹാൻഡ് എംബ്രോയിഡറി, ഡിസൈനിങ് ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അത് ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, മുന്നും ചെയ്തിരുന്നു. അതുകൊണ്ട് ആളുകൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഒരു സോ കോൾഡ് 9 to 5 ജോലിക്ക് പോയി വരുന്നില്ല എന്നുള്ളതല്ലാതെ ഞാൻ വർക്ക് ചെയ്യാതിരിക്കുന്നില്ല കേട്ടോ. ഞാൻ ആസ് ഓൾവേസ് ഞാൻ വർക്കിംഗ് ആണ്. ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കണ്ടൻറ് ക്രിയേറ്റർ ആണല്ലോ, അപ്പോൾ കണ്ടൻറ് ക്രിയേഷനാണ് കൂടുതൽ വെയിറ്റേജ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. എന്തായാലും ഞാൻ എൻ്റെ ആർക്കിടെക്റ്റ് ആവാൻ പറ്റാതിരുന്ന സങ്കടം ഇപ്പം ഞാൻ തീർക്കുന്നത് ഈ ഒരു വീടിൻ്റെ പണി ചെയ്തിട്ടാണ് കേട്ടോ. കാരണം എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനായിരുന്നു. ഞാൻ ഉണ്ടാക്കിയൊരു വാഴച്ചെടി അതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടാണ് ഈ വാഴയുടെ ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. കിണർ, മതിൽ, ഗേറ്റ്, ഇതൊരു പർണശാല പോലെ ഉണ്ടല്ലേ ഇപ്പം കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ഒരു 4-4:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ 1-2 ഫോട്ടോസും ചെറിയ വീഡിയോ ക്ലിപ്സൊക്കെ എടുത്തു ഇതിൻ്റെ. ഇനി നമുക്കൊരു വീഡിയോ കൂടെ ഉണ്ടാക്കാനുണ്ട്. ആക്ച്വലി ഇതെനിക്ക് 3-ാം തീയതി ആണ് ഡെലിവറി ചെയ്യേണ്ടത്. അതായത് 3-ാം തീയതിയാണ് എനിക്ക് കൊടുക്കേണ്ടത്. ഇന്ന് 1-ാം തീയതിയാണ്. നാളത്തെ ഒരു ദിവസം എനിക്ക് കുറച്ച് പണികളുള്ളതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ വേറൊരു വീടും കൂടെ എനിക്ക് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞില്ലേ, പക്കാ ഹൗസ് ഉണ്ടാക്കണം. അത് ഇന്ന് തന്നെ മാക്സിമം ആക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എനിക്ക് ഒരു റിസ്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഡിലേയും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ പിന്നെ നമ്മൾ ഇതൊന്നും ആക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വന്നിട്ട് ആകെ ഹറിബറി തിക്കും തിരക്കും തൃശ്ശൂർ വിളക്കും ആവും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഉറങ്ങാതിരുന്നിട്ടാണെങ്കിലും ഉണ്ടാക്കാമെന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 7-7:30 ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാർഡ്ബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നത്തെ പരിപാടികൾ ഞാൻ ചെയ്യണത്, ഇവർ 2 പേരും ഏട്ടനും കുട്ടിയൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ്. ഇപ്പോൾ ഒരു 11:30 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ വീടിൻ്റെ വാതിലും ജനലിൻ്റെ ഇതൊക്കെ പെയിൻ്റ് അടിച്ച് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത്രയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്. ഇതിൻ്റെ റൂഫ് സെറ്റ് ചെയ്യാനൊക്കെ ഒട്ടിക്കാനൊക്കെ വിപിയേട്ടനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒട്ടിച്ച് തരാൻ. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ പില്ലേഴ്സിനുള്ളതും ഗേറ്റിൻ്റെ സ്ട്രക്ചറിനുള്ളതൊക്കെയാണ് ഞാനിവിടെ പശ തയ്ച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എനിക്ക് ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല. ഒരു ടയേർഡ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ ഈ വീട് പണിത് അവസാനം വീട് പണി ഏകദേശമൊക്കെ ആയിട്ട് ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 3:30. എൻ്റെ വീടിൻ്റെ അകം കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഫുള്ള് മെസ്സാണ് കേട്ടോ. അക്രിലിക് പെയിൻ്റാണ്. ഇനി അത് ഒന്ന് ചുരണ്ടി കളയുക, റിമൂവർ വെച്ച് തുടക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ ഗേറ്റും ഈ സ്ട്രക്ചറും ഇതെല്ലാം നമ്മൾ ബേസ് ആയിട്ടുള്ളതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്രാസ് മാറ്റ് ഉണ്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ചും കൂടെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. 1-2 ചെടികൾ സെറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ ഇപ്പോൾ ഇതാ സമയം നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, 3:20 കേട്ടോ സമയം. ഇത് 3:20 ഈവനിങ് അല്ല, ഇത് 3:20 പുലർച്ചെയാണ് ഇത്. അപ്പോൾ തൽക്കാലം എൻ്റെ ബാറ്ററി ലോ ആയതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട്
കിടന്നുറങ്ങാൻ പോകണം കേട്ടോ. അതാണ് നമ്മുടെ കച്ചാ ഹൗസ് അപ്പുറത്ത് സമാധാനം വീട്ടിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് ഇത്രയും തീർന്നുണ്ട്. അപ്പോൾ ഇത്രയും തീർന്നപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. കാരണം വേണമെങ്കിൽ എനിക്കിതിങ്ങനെ തന്നെ കൊടുക്കണമെങ്കിലും കൊടുക്കാം. ഇനിയിപ്പോൾ നേരം കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കണമെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എത്രത്തോളം ഡീറ്റെയിൽ ആഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. എനിക്ക് കുറച്ചും കൂടി സമയം ഉണ്ടെങ്കിൽ ഞാൻ ഇത് ഇരുന്ന് പണിത് ഇനിയും എനിക്കൊരു സന്തോഷം കിട്ടുന്ന ഒരു ലെവലിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. ഞാൻ ഇതിൽ കുഞ്ഞി കാറല്ല, ഇത് ജീപ്പാണ്, നമസ്വിയുടെ ജീപ്പാണ്. അവൾ തരുമോ എന്ന് ചോദിച്ചപ്പോൾ തന്നു. അപ്പം ഞാനത് അതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മെറ്റാലിക് കാർ നമ്മൾ വാങ്ങില്ലേ 50 രൂപയൊക്കെ ഇടാം, അത് ഉണ്ടെങ്കിലും സെറ്റ് ആവുമായിരുന്നു. പക്ഷേ ആ കാറിന് ഇത്തിരി വലുപ്പം ചിലപ്പോൾ കൂടുതലാവുന്നു. ഞാൻ ഇത് വെച്ചു കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് 7:30 ടെറാക്കോട്ട ക്ലേ ആണ് ആ പാത്രത്തിലിരിക്കുന്നത്. ഞാൻ ഏട്ടനുള്ള കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെയും വീണ്ടും വീട് പണിയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനകത്തുള്ളത് ആ ഒരു ഗേറ്റിലൊക്കെ ഒരു ലൈൻസ് ഇങ്ങനെ കൊടുക്കാനുണ്ട്. ആ തൂണിലും ഒരു ഗോൾഡൻ കളർ ലൈൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ആക്കി കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെയൊന്നും ഈ രാത്രി ഇരുന്ന് വീട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു എന്താ പറയുക ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. അതെങ്ങനെയെങ്കിലും ചെയ്ത് അവസാനിപ്പിക്കുക എന്നല്ലാതെ അത് ഷൂട്ട് ചെയ്യുന്നതിലേക്ക് ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി ഇപ്പോൾ കുറച്ച് റിലാക്സ്ഡ് ആണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് ഗോൾഡൻ കളറ് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഞാൻ അതിൻ്റെ പലതരത്തിലുള്ള ഫൂട്ടേജ് എടുക്കാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ. ഇനിയും കുറച്ച് പണിയും കൂടെ ഉണ്ട്. ജനലയുടെ മീതെയും റൂഫിൻ്റെ താഴേക്ക് ചെറിയ ബീഡിങ് കൊടുക്കണം. 2 ചെടിച്ചട്ടികൾ ഈ സിറ്റ് ഔട്ടിലേക്ക് നമുക്ക് സെറ്റാക്കണം. 4 സൈഡിലുള്ള ജനലയുടെയും റൂഫിൻ്റെ താഴേക്കൊരു ബീഡിങ് കൊടുക്കാനുണ്ട്. നമ്മൾ ഇന്ന് പോകുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഈവനിങ് ഒരു 6 മണി 5:30 ആകുമ്പോഴാണ് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരിക. എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആൾ ഈവനിങ് വന്ന് കളക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം തിരിച്ച് വന്നാൽ എനിക്ക് കുറച്ചും കൂടെ സമയം ചെടി ഉണ്ടാക്കാൻ കിട്ടും എന്നെനിക്കറിയാം. അപ്പം ഞാൻ ഇതിൽ വെച്ച് ഇത് മൈൻഡ് ചെയ്തു. പക്ഷേ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് വലിയ നിശ്ചയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്താണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള വീടാണ്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കൊടുക്കാനേ തോന്നിയില്ല. പക്ഷേ സാരല്ലേ, നമുക്ക് വീണ്ടും ഉണ്ടാക്കാമല്ലോ. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളൊരു വഴിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമസ്വിക്ക് വയ്യാത്തതുകൊണ്ട് നമസ്വി സ്കൂളിൽ പോയിട്ടില്ല. അങ്ങനെ നമ്മൾ പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളിവിടെ ആവണങ്ങാട്ട് കളരിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് അവിടെ ഫുഡുണ്ട്. ഫുഡ് കഴിച്ച് വന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഒരു മിനിയേച്ചർ സ്ട്രക്ചർ, അമ്പലത്തിൻ്റെ ഫുൾ സ്ട്രക്ചറാണ് കേട്ടോ. ഇവിടെ ഒരു മിനിയേച്ചർ വുഡിൽ ചെയ്തിട്ടുള്ളതാണിത്. ഇങ്ങനെ ഇവിടെ അവിടുത്തെ ഭക്ഷണം കഴിക്കുന്ന ഹാളിൻ്റെ അവിടെയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നു. നല്ല ടയേർഡായിരുന്നു കേട്ടോ. നല്ല ടയേർഡായിരുന്നു. പിന്നെ തലേദിവസം ഉറങ്ങാത്തത് കൊണ്ട് നല്ല ക്ഷീണമായിരുന്നു. വീട്ടിൽ പോയി കുറേ നേരം കിടന്നുറങ്ങി. അത്രയധികം നേരം ഉറങ്ങിയില്ല, എന്നാലും ഒരു 1 hour കിടന്നുറങ്ങിയിട്ടാണ് പിന്നെ ഞാൻ ഇപ്പം നിങ്ങൾ ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ താഴെ കാണുന്ന ആ 2 പ്ലാന്റ് പോട്ട് കണ്ടോ, അതുണ്ടാക്കിയിട്ടുള്ളതും ആ ജനലിൻ്റെ മീതെയും റൂഫിൻ്റെ താഴെയൊക്കെ ബ്രൗൺ കളറിലുള്ള ഒരു ബീഡിങ് ലൈൻ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ചെയ്തത് പിന്നെ പോയി വന്നിട്ടാണ്. ഇതിന് ചെറിയൊരു മണി പ്ലാന്റിൻ്റെ ചൈല്ലേ, ഞാൻ അങ്ങനത്തെ ഒരു ചെടിയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ അത്ര മിനിയേച്ചർ വളരെ കുഞ്ഞി ഇലകൾ നമുക്ക് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കൊണ്ടുവന്നതിന് മുമ്പ് ഞാനൊരു ക്ലിപ്പ് എടുത്തതാണ്. പിന്നെ എനിക്ക് കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ അത് ഞാൻ കൊടുത്തു വിട്ടു. എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് ചെയ്യണം കേട്ടോ. ഇനി വീഡിയോ എടുക്കാനോ കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ അടുത്ത വീഡിയോ എടുക്കാനോ ഉള്ള സ്ഥലമില്ല. താങ്ക് യു.